സൂത്രമേവ ജയതേ. കാശ് എത്ര വേണമെങ്കിലും മുടക്കാം. ഈ ക്രൈമക്രമം നമ്മൾ നടത്തിയാലും ലോകത്തിന്റെ മുമ്പിൽ നമ്മൾ പുണ്യാളന്മാരായിട്ട് തന്നെ തുടരണം. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? പഴുതുകൾ അടച്ചാണ് ഞങ്ങൾ രാഷ്ട്രീയക്കാർ ഇത്തരം ജനദ്രോഹ നടപടികൾ പ്ലാൻ ചെയ്യുന്നത്. ഇറച്ചി വെട്ടുകാരനെ ഇഞ്ചി വെട്ടം പഠിപ്പിക്കാതെ താൻ തന്റെ ആവശ്യവും ഡീറ്റെയിൽസും പറയൂ. എന്റെ ഓഫീസിൽ ഒരു ലേഡി സ്റ്റാഫിന്റെ മേലെ എനിക്കൊരു പെരുമ്പൂതി. ഓഹോ. പേര് ലക്ഷ്മി. വയസ്സ് 22. അവിവാഹിത. താങ്കളുടെ ഇപ്പോഴത്തെ ബിസിനസ് നെറ്റ് വാല്യൂ കണക്കാക്കുമ്പോൾ ഇതുപോലുള്ള 10 എണ്ണത്തിന്റെ മേലെ പൂതി പൂർത്തീകരിക്കാം. ബാക്കി പറയൂ. ആള് പക്ക റിലീജിയസ് ആണ്. ഡെയിലി അമ്പലത്തിൽ പോകുന്ന ടൈപ്പാ. വെരി ടാലന്റഡ്. മോറൽ സൈഡ് വെരി വെരി സ്ട്രോങ്. ഡാൻസ്, പാട്ട് എന്നീ മേഖലകളിൽ കൈമൈ മറന്ന താല്പര്യം. പക്ഷേ എനിക്ക് അവളുടെ മെയ്യിലാണ് താല്പര്യം. മെയ് മാത്രമാക്കണ്ട, ജൂണും ജൂലൈ നമുക്ക് താല്പര്യം. ഓ, ആ മെയ്യല്ല, ഈ മെയ്. ഓക്കെ. സാറിന്റെ കുൽസിത താല്പര്യം അവളെ നേരിട്ട് അറിയിച്ചോ? പലതവണ. പക്ഷെ അവള് വഴങ്ങുന്നില്ല. എന്റെ എല്ലാ കെണികളും അവൾ അതിജീവിച്ചു. ഇനി ഇത് ആവർത്തിച്ച സംഭവം സോഷ്യൽ മീഡിയയിൽ വൈറലാക്കുമെന്ന് പറഞ്ഞൊരു ഭീഷണി. ഓഹോ. ഒരു ജനാധിപത്യ രാജ്യത്തെ സാധാ പ്രജയുടെ സോഷ്യൽ മീഡിയ അവബോധം വരേണ്യവർഗത്തിന്റെ അടിവേരുമാന്തും. ഇമ്മീഡിയറ്റ് ആക്ഷൻ വേണം. യെസ്. എന്റെ കയ്യിൽ ഇനി ആയുധങ്ങളില്ല. അടങ്ങാത്ത പിടിവാശി ഒഴിച്ച് ഭരണകൂടം ഒത്തുകളിച്ച് എനിക്ക് വേണ്ട ഒത്താശ ചെയ്തരണം. അടങ്ങാത്ത ദുർവാശിയും കണക്കറ്റ കാശും രാഷ്ട്രീയ അധികാരവും കയ്യിലുണ്ടെങ്കിൽ അതിക്രമം ചെയ്യുകയിൽ എന്തിനേയും വശത്താക്കാൻ കഴിവുള്ള വണ്ണം വിചിത്രങ്ങളാം സൂത്രങ്ങളെ പുൽകിയത്രേ ഞങ്ങൾ രാഷ്ട്രീയക്കാർ ഡിജിറ്റൽ ഇന്ത്യ പുനർക്രമീകരിച്ചിരിക്കുന്നത്. എങ്ങനെ? അതിക്രമം ചെയ്യുകയിൽ എന്തിനേയും വശത്താക്കാൻ കഴിവുള്ള വണ്ണം വിചിത്രങ്ങളാം സൂത്രങ്ങളെ പുൽകിയത്രേ ഞങ്ങൾ രാഷ്ട്രീയക്കാർ ഡിജിറ്റൽ ഇന്ത്യ പുനർക്രമീകരിച്ചിട്ടുള്ളത്. ഇൻട്രസ്റ്റിംഗ്. അപ്പോ ലക്ഷ്മിക്കെതിരെ ഞാൻ എന്ത് അതിക്രമം കാണിച്ചാലും ഞാൻ അകത്താകാതെ നിങ്ങൾ എന്നെ സംരക്ഷിച്ചോളും. ഓക്കെ, സൂപ്പർ. യെസ്. തന്ത്രവൽകൃത രാഷ്ട്രീയ നീക്കത്തിലൂടെ ഈ നിസ്വാർത്ഥ ജനസേവകൻ താങ്കൾ പറയുന്നിടത്ത് അവൾ എത്തിച്ചു തരും, വിത്ത് പോലീസ് പ്രൊട്ടക്ഷൻ. സാറേ, പണി പാളൂ. നടിയെ പീഡിപ്പിച്ച സിനിമക്കാരുടെ സ്റ്റൈലിലല്ല ഞങ്ങളുടെ ഓപ്പറേഷൻ. നിങ്ങളുടെ മണിപ്പവർ, എന്റെ പൊളിറ്റിക്കൽ സെറ്റപ്പ്, പോലീസ് പ്രൊട്ടക്ഷൻ, പിന്നെ നമ്മുടെ സൂത്രങ്ങളുടെ പെർഫെക്ഷൻ. ഇറ്റ് ഈസ് എ വെരി സക്സസ്ഫുൾ മേക്ക് ഇൻ ഇന്ത്യ കോമ്പിനേഷൻ. അവിശുദ്ധ കൂട്ടായ്മയിലൂടെ ഗ്യാരണ്ടീഡ് ഗുണഫലം. അതാണ് ഞങ്ങളുടെ വിജയസൂത്രം. നിയമത്തിന്റെ പിടി വീഴുമോ? ഒരെത്തും പിടിയുമില്ലാത്തതാണ് നമ്മുടെ നിയമങ്ങൾ. നിയമത്തിന് അലകും പിടിയും ഉണ്ടാക്കുന്നത് ഞങ്ങൾ രാഷ്ട്രീയക്കാരല്ലേ? തൊഴിക്കാനുള്ള നിയമം കൊണ്ട് തൊഴിയിക്കാൻ കൽപ്പുള്ളവരാണ് ഞങ്ങൾ രാഷ്ട്രീയക്കാർ. നിയമത്തിന്റെ പിടിയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? സതിയെ നിർത്തലാക്കിയിട്ടുള്ളൂ. ചതി എവിടെയും ഉപയോഗിക്കാം ബ്രോ. ഇന്ത്യ ഈസ് ഗ്രേറ്റ്. ഇൻഡിപെൻഡന്റ് ഇന്ത്യ, ഇൻക്രെഡിബിൾ ഇന്ത്യ. താങ്ക് യു സർ. ഈ മേക്ക് ഇൻ ഇന്ത്യ ഡിജിറ്റൽ സാധ്യത മനസ്സിലാക്കിയാണ് ഒരു സ്ത്രീ വിഷയത്തിന് ഞാൻ പരിഹാരം തേടുന്നത്.
ഭാരത് മാതാ കി ജയ്. മാ തുജേ സലാം. മാ തുജേ സലാം. ഡോണ്ട് വറി, ഇവിടെ ഏത് വിഷയത്തിനും മേഡ് ഇൻ ഇന്ത്യ പരിഹാരങ്ങൾ പലതുണ്ട്. അപ്നാ ഭാരത് ഹേ മഹാൻ. സർവപരിഹാര സമൃദ്ധമായ ഇന്ത്യ, ഏത് സൂത്രത്തരത്തിനും സ്കോപ്പുള്ള ഇന്ത്യ. പക്ഷെ സ്വാർത്ഥതയ്ക്ക് ഇവിടെ സ്കോപ്പില്ല. കൂട്ടമായി വേട്ടയാടുമ്പോൾ ഇരയുടെ ഇറച്ചി ഒരാൾ മാത്രം ആസ്വദിക്കുന്ന ദിവ്യപ്രണയ സെന്റിമെന്റ്സിലൊന്നും പ്രായോഗിക രാഷ്ട്രീയക്കാരനായ എനിക്ക് താല്പര്യമില്ല. അയ്യോ ഇല്ല സർ, പങ്ക് കച്ചവടത്തിൽ പങ്കാളികൾക്കൊക്കെ പങ്ക്, അതാണ് എന്റെ ബിസിനസ് ലൈൻ. എന്നാ ഡൺ. പരസ്പരം വന്ദിച്ചു നിന്നാൽ ഒന്നിച്ചു തിന്നാം. സൂത്രമേവ ജയതേ. സൂത്രമേവ ജയതേ. ചേച്ചി ചേച്ചി വേഗം വാ. ആ വരുന്നു. ഇനി അമ്പലത്തിൽ പോയിട്ട് ചേച്ചി സമയത്തിന് ഓഫീസിലെത്തോ? ഈശ്വരവോ രക്ഷ. അല്പസമയം വൈകിയാലും വേണ്ടില്ല. അമ്പലത്തിൽ പോയി ഭഗവാനെ ദർശിക്കാതെ എങ്ങനെ ഒരു ദിവസം തുടങ്ങണേ? വാ നടന്നു. സത്യമേവ ജയതേ നാനൃതം സത്യേന പന്ഥാ വിതതോ ദേവയാനഃ മുതലാളി, സമയം കുറെ ആയല്ലോ. എടാ, അവൾ വരുന്നുണ്ടോന്ന് നോക്ക്. ശരി മുതലാളി. മുതലാളി, കാറിനകത്തിരുന്നിട്ട് എന്നാ ചെയ്യാനാ? പിന്നെ തട്ടിക്കൊണ്ടു പോകാനൊന്നും പറ്റത്തില്ലല്ലോ. പുറത്തോട്ട് ഇറങ്ങും മുതലാളി. എന്നിട്ട് അമ്പലത്തിൽ തൊഴുതു മടങ്ങുകയാണെന്ന് കണ്ടാൽ തോന്നണം. അത് ശരിയാ. ഏത് ഒരു ഭക്തനാണെന്നറിയുമ്പോൾ ലക്ഷ്മിക്കൊരു വിശ്വാസം സാറിൽ ഉണ്ടാവും. അത് ശരിയാ. ഇനിയിപ്പോ അവൾക്ക് എന്നോട് വിശ്വാസം ഇല്ലെങ്കിലും അവളുടെ തള്ളക്ക് എന്നോട് വിശ്വാസം ഉണ്ടാവും. അത് ഭാവിയിൽ ഗുണം ചെയ്യും. ആ, വേറൊരു പ്ലസ് പോയിന്റ് ഉണ്ട്. ഓക്കെ അല്ലടാ? പിന്നല്ല. ഈ നഗ്നമേനി ഞാനൊന്ന് അവളെ കാണിക്കാം. ഈ ബോഡി കണ്ട ഏത് പെണ്ണാ വീഴാത്തത്? എടാ, ചന്ദനക്കുറി ഇല്ലെങ്കിൽ ഒരു പെർഫെക്ഷനും ഇല്ല. അതിപ്പോ ശരിയാക്കി തരാം മുതലാളി. ആ സ്ട്രേറ്റ് ആരം ഇരിപ്പുണ്ട്. ഒന്ന് വേഗം ആവട്ടെടാ. ആ, എനിക്ക് തിടുക്കായി. ഒന്ന് പെട്ടെന്ന്. ഓ, ഇതെങ്കിലും കണ്ടിട്ടൊന്ന് അവള് വീണാ മതിയായിരുന്നു. കണ്ടോ? ഭയങ്കര ഗ്ലാമറാന്നല്ലോ. ആ, ഈ കണ്ണ് വെക്കലടാ. ഓ, ഇപ്പൊ ശരിയാക്കി തരാം. ഇപ്പൊ തരാം. നോക്കട്ടെ നിന്റെ കഴിവ്. ഇപ്പൊ ശരിയാക്കി തരാം. ഒന്ന് പെട്ടെന്ന് ആക്കടാ. ആ, നീ ഒന്ന് ശരിക്കത്തൊട്. അലമ്പാക്കല്ലേ. മുതലാളിയെ, ആള് വരുന്നുണ്ടേ. എവിടെ എവിടെ? ഇറങ്ങ്. വേഗം ഇറങ്ങ് മുതലാളി. ഒന്ന് പെട്ടെന്ന് വാടാ. എന്താ മുതലാളി? ഹാ, നിന്റെ മുണ്ട് ഇങ്ങോട്ട് താ. ഇപ്പൊ തരാടാ. ആ. വന്നേ, വേഗം നടക്ക്. ചേച്ചി പറഞ്ഞാൽ എങ്ങനെയുണ്ട്? അയാളൊരു മണ്ടന. അയാളെ പറ്റി പറയാതിരിക്കുന്നതാ നല്ലത്. ആ, ലക്ഷ്മി. ആ സാറോ? സാറെന്താ ഇവിടെ? അതെന്തോ ചോദ്യമാ. അമ്പലത്തിൽ വരുന്നത് തൊഴാനല്ലേ? അല്ല, സാറിന്റെ വീട് ഇവിടെ അല്ലല്ലോ, അതാ അങ്ങനെ ചോദിച്ചേ. ഇവിടം വരെ വരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. എവിടെ പോയാലും രാവിലെ അമ്പലത്തിൽ പോയൊന്ന് തൊഴും. അത് കൊച്ചിലെ മുതലുള്ളൊരു ശീല. അത് നന്നായി. ഭഗവാൻ കൈവിടില്ല. എന്താഗ്രഹിച്ചാലും ഭഗവാൻ അത് നടത്തിത്തരും. അമ്മയുടെ നാവ് പൊന്നാവട്ടെ. മനസ്സിലൊരാഗ്രഹമുണ്ട്. ഭഗവാനെ, ഒന്ന് നടത്തി തരണേ. ഇതാരാ? അനുജത്തിയാണോ? അതെ. എന്താ കൊച്ചിന്റെ പേര്? നമിത. ആരാ ചേച്ചിത്? എംബു സർ, സാറിന്റെ സ്ഥാപനത്തിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. എന്നാ ശരി അമ്മേ, വരട്ടെ. ആ ലക്ഷ്മി, ഇങ്ങോട്ട് കയറിക്കോളൂ. വേണ്ട സാറേ, ഞാൻ ഓഫീസിലോട്ടാ. അയ്യോ സാറേ, ഇത് ചിറ്റയുടെ മോനാ പ്രമോദ്. എന്നെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാ. അപ്പൊ ശരി സാർ.
വണ്ടി എടുക്കടാ. ഭക്തൻ മുതലാളിയേ, ഉം. ഉം. ദേ പോന്ന് മുതലാളിയുടെ നോട്ടപ്പുള്ളി. ഉം. കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോകും, അയ്യോ കാക്കച്ചി കൊത്തി പോകും. നോക്കി വെച്ചൊരു കരകരപ്പഴം നോട്ടം തെറ്റിയ പോകും. ശവത്തി കുത്തുന്നോടാ പന്നി. സാറേ എഫമ്മ, ഉം. സാറേ ഒരു ഐഡിയ ഉണ്ട്. ഉം. ദേ റോഡിൽ ആരുമില്ല. സാറേ നമുക്ക് ആ ബൈക്ക് ഇടിച്ചങ്ങ് താഴെ ഇടാം. അയ്യോ. ആശുപത്രിയിൽ കൊണ്ടുപോകുന്നത് പോലെ അവളെ കോരിയെടുത്തങ്ങ് കാറി കയറ്റണം. ആഹാ. ബാക്കിയൊക്കെ സാറിന്റെ കഴിവ് പോലെ ഇരിക്കും. അയ്യോ